ശരിക്കും അച്ഛാ ഈ കുടുംബത്തിലൊക്കെ ഒരുപാട് ഇപ്പം എന്നാ പറയുന്നത് ഡൈവേഴ്സ് ഒരുപാട് കൂടുതലാണ്. ശരിക്കും അച്ഛാ അതിനൊന്ന് നമുക്കൊന്ന് പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ കുടുംബ ബന്ധങ്ങൾക്കുള്ള ഒരു വാല്യൂ മനസ്സിലാക്കി കൊടുക്കാനോ നമുക്കൊക്കെ അല്ലേ, അല്ലെങ്കിൽ അച്ഛനൊരു പ്രസംഗത്തിൽ കൂടി അല്ലെങ്കിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ അതിനൊരു തിരിച്ചറിവ് മനസ്സിലാക്കി കൊടുക്കാനോ ഒക്കെയല്ലേ? അതിൻ്റെ ഈ പ്രശ്നം വരുന്നത് ഈ കല്യാണത്തിന് മുമ്പ് എല്ലാം രസമാണ് ജീവിതത്തിന് അല്ലേ. നമുക്ക് ദൂരെ നിന്നും മല കണ്ടാൽ നമുക്ക് തോന്നും മലയുടെ മുകളിൽ കയറി സൈക്കിളിൽ ഇരിക്കുന്ന പോലെ അപ്പുറത്തും ഇപ്പുറത്തും കാലിട്ടിരിക്കാം. പക്ഷെ മല കയറുമ്പോഴാണ് അത്ര എളുപ്പമല്ല കാര്യം അല്ലേ. അത് നമുക്കെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് അടുപ്പക്കുറവ്. ഭർത്താവിനോട് ചോദിച്ചു, ഭാര്യയോട് ചോദിച്ചു, ഭാര്യ എങ്ങനെയാണ് ഭർത്താവിനോട്? ഭർത്താവ് പറഞ്ഞു ഭാര്യ സൂര്യനാണ്. എന്താ? സൂര്യനുള്ളത് കൊണ്ടാണ് ഭക്ഷണം പാചകം ചെയ്യാൻ പറ്റുന്നത്, സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ചൂട്. അപ്പോൾ സൂര്യൻ നമ്മളെ ഭക്ഷണം പാചകം ചെയ്യാൻ സഹായിക്കുന്നു, സൂര്യൻ നമ്മളെ ചൂടാക്കുന്നു പകൽ. ഭാര്യ അങ്ങനെ ഭക്ഷണം പാചകം ചെയ്യുന്നു, എപ്പോഴും ചൂടായിട്ടിരിക്കുന്നു. അതേ ഉള്ളൂ പ്രത്യേക. ഭാര്യയോട് ചോദിച്ചു കെട്ടിയവൻ എങ്ങനെ? അയ്യോ കെട്ടിയവൻ ചന്ദ്രനെ പോലെ. എന്നാ ചന്ദ്രനെ? ചന്ദ്രൻ ഒരു ദിവസം പ്ലേറ്റിൻ്റെ ഷേപ്പ്, ഒരു ദിവസം അരുവാട് ഷേപ്പ്, ഏതെല്ലാം ഷേപ്പിലാണ് ചന്ദ്രൻ്റെ വരവ്. ഇതുപോലെ കെട്ടിയവനും തന്നെയല്ല, ചന്ദ്രനെ പകല് കാണാനില്ല, രാത്രി ഇളിച്ചോണ്ട് കയറി വരും. ആ ടൈപ്പാണെന്ന്. അപ്പം ഇതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇതേ ഉള്ളൂ. കല്യാണത്തിന് മുമ്പ് നല്ല ഇളിയൊക്കെ ഉണ്ട്, പിന്നെ പകല് കാണാനില്ല, രാത്രി വരെ ആവശ്യം ഇളിച്ചോണ്ട് കയറി വരും. ഇതാണ് പ്രശ്നം. അങ്ങനെ ഒരു സാവധാനം കുടുംബബന്ധം തകരാൻ തുടങ്ങും. ഒരു പെണ്ണോട് ചോദിച്ചെടി നിനക്ക് ആരെ കെട്ടാനാണ് ഇഷ്ടം? ഡോക്ടർ വേണോ? വേണ്ട വേണ്ട. അയാൾ ചുമ്മാ സന്ധ്യയാകും തളർന്നു വന്ന് കിടക്കും. വേണ്ട വേണ്ട. എഞ്ചിനീയറോ? അയാളും മടുത്ത് വരും. ബാങ്ക് മാനേജരോ? വെയിറ്റ് എന്നും പറഞ്ഞ് മാറ്റി നിർത്തും. പിന്നെ ആരെ കെട്ടാനും ഇഷ്ടം? കണ്ടക്ടർ. അതന്നെ, അവനാണ് എപ്പോഴും അടുത്ത് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതുകൊണ്ട് കണ്ടക്ടറെ കെട്ടാനും ഇഷ്ടം. അപ്പോൾ കുടുംബത്തിൽ ഇതില്ലാത്തൊരവസ്ഥയുണ്ട്. അവിടെയാണ് ഈ അടുപ്പമില്ലായ്മ വരുമ്പോഴാണ് പ്രശ്നങ്ങൾ അടുത്ത് വരിക. അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഡൈവേഴ്സിലൊന്നുമില്ല, സ്നേഹമായിട്ട് കുടുംബത്തിൽ നമുക്ക് മുമ്പോട്ട് പോകും. ഇപ്പൊ നമ്മളിപ്പം ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ദൈവത്തോട് കൂടുതൽ അടുക്കുമ്പോഴും നമ്മുടെ തെറ്റ് മനസ്സിലാക്കുമ്പോഴും ഒക്കെ അല്ലെ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കണേന്ന് പറയുന്നതും ഒക്കെ. ഇപ്പൊ ശരിക്കും വിശ്വാസികളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു പാപങ്ങളുടെ എണ്ണവും കൂടുവാന്ന് തോന്നുന്നു. നേരാന്ന് വെച്ചോ? പണ്ട് കാലം ഇന്നുമായിട്ട് വ്യത്യാസം. പണ്ട് എന്ത് തെമ്മാടിത്തരം നടന്നാലും ആരും അറിയില്ലായിരുന്നു. തിന്മ അതുപോലുണ്ട്, പക്ഷെ പരസ്യം കുറവായിരുന്നു. ഇന്ന് അമേരിക്കയെ ശ്വാസം വിട്ടാൽ തിരുവനന്തപുരത്ത് അതിൻ്റെ അലേലി ഉണ്ടാവും. അതുകൊണ്ട് സമൂഹം മൊത്തം അറിയുന്നു എന്നുള്ളതേ ഉള്ളൂ. വർദ്ധിച്ചെന്ന് പറയാൻ പറ്റിയല്ല. ഓരോ കാലത്തിന് ആനുപാതികമായ പാപങ്ങളും ഉണ്ട്. പിന്നെ ഈ ധ്യാനം കൂടാൻ പോകുന്നു, അല്ലെ ശബരിമലയ്ക്ക് പോകുന്നു, മെക്കയ്ക്ക് പോകുന്നു, ഒരു വലിയ ധ്യാനപദ്ധതി ധ്യാനിക്കാൻ പോകുന്നു. അതും ജീവിതവും ഇന്ന് പലർക്കും റെയിൽപാളം പോലെയാണ്. നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ കാണിക്കുന്ന ഭാവമുണ്ട്. അതായത് ഒരു ഭാഗത്തൂടെ ഭക്തി പോകുമ്പോൾ മറുവശത്തൂടെ ലോകം പോകുന്നു പാരലായിട്ട്. ഇതുപോലെ നമുക്കും പറ്റും. ചിലർ ധ്യാനിക്കാൻ പോകും, ശബരിമലയ്ക്ക് പോകും, മെക്കയ്ക്ക് പോകും, എല്ലാം നിസ്കരിക്കും, ഭജനവിരിക്കും, കൊന്ത ചെല്ലും, എല്ലാം അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ അത് ജീവിതമായിട്ട് ബന്ധമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ പല ജോലികളിൽ ഒരു ജോലിയായിട്ട് അത് മാറുന്നു. എൻ്റെ ജീവിതമായിട്ട് മാറുകയല്ല. കാരണവന്മാർക്ക് പ്രാർത്ഥന ജീവിതമായിരുന്നു. നമുക്കിന്ന് ജീവിതമല്ല. എൻ്റെ 24 മണിക്കൂർ പല പ്രൊഫഷൻ, അതിനിടയിൽ 1 മണിക്കൂർ അല്ല 1/2 മണിക്കൂർ ദൈവത്തിൻ്റെ കാര്യത്തിനും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ തിന്മ വരികാനുള്ള ഒരു കാരണം വരുന്നത്. ദൈവം നന്മതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ മനുഷ്യൻ അവൻ്റെ തോന്നൽ അവിടെ ദൈവത്തോട് വരുമ്പോൾ ദൈവത്തോട് അതല്ലേ പകല് വീട് എൻ്റെ ദൈവമേ എന്നെ നീ പാപ്പരാക്കണേ ദരിദ്രനാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം എനിക്ക് BPL കാർഡ് കിട്ടണം. ഞാൻ തന്നെ 8 മണിക്ക് എന്നെ സമ്പന്നനാക്കണേ പഞ്ഞം തരുന്നത്. ഇതാണ് മനുഷ്യൻ്റെ ഡൈക്കോട്ടമി എന്ന് പറയുക. അതാണ് ലോകത്തിൻ്റെ പ്രശ്നം.